കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ്. ലേൺവൈസ് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്യുന്ന ഒരു സെഷനാണ് ഇഗ്നോ ഫോക്കസ് 6.0 PYQ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് BCOC 133 BCom ജിയുടെയും BBAയുടെയും BCom Fന്റെയും പേപ്പറായ ബിസിനസ് ലോ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും എക്സാം പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നവരാണ്. നമ്മൾ ഓൾറെഡി എക്സാം അറ്റൻഡ് ചെയ്തവരാണ്. കഴിഞ്ഞ എക്സാമിന് എന്തോ ആയിക്കൊള്ളട്ടെ, നമുക്ക് വരാനിരിക്കുന്ന എക്സാം എന്ത് ചെയ്യുക, നമ്മളിനി നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അപ്പം നമ്മളെല്ലാവരും പഠിച്ചു കഴിഞ്ഞവരാണ്. ഇനി നമുക്കൊരു റിവിഷൻ ആണ് വേണ്ടത്. അപ്പം നമ്മൾ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പാസ്റ്റ് 5 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തുകൊണ്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്, ഏത് ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പേപ്പർ BCOC 133 ബിസിനസ് ലോ ആണ്. അപ്പം ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് പ്രാക്ടീസ് സെറ്റ് A സെഷനും B സെഷനും ആയിട്ട് തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. മെയ് 1 ഈ ഡോക്യുമെന്റ് നമ്മൾ നമ്മുടെ ലേണേഴ്സിന് വേണ്ടിയിട്ട് ലേൺവൈസിന്റെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സെഷനിലോട്ട് പോകുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ PYQ ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് BCOC 133 ബിസിനസ് ലോ എന്ന പേപ്പറാണ്. അതായത് കഴിഞ്ഞ 5 വർഷങ്ങളിലെ ആയിട്ടുള്ള, അതായത് ഫെബ്രുവരി 2021 തൊട്ട് 2025 വരെയുള്ള, ഡിസംബർ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. നമ്മളിവിടെ 9 വർഷത്തെ, അതായത് 9th ടേമിലുള്ള എന്റെ എക്സാം സെഷനിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയ്ത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ചെയ്ത്, ഇതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ SLM ആയ, അതായത് നമ്മുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ആയ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, ഇഗ്നോയുടെ തന്നെ ടെക്സ്റ്റ് ബുക്ക് വെച്ചുകൊണ്ടാണ്, അതായത് ബ്ലോക്ക് 1 to 6 വരെയുള്ള ബ്ലോക്ക് കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റ്, അതായത് 2026 സൈക്കിളിലെ അസൈൻമെന്റിലെ ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണ്, മേ ബി പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ് എന്നുകൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അതായത് ഈ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് 3 hours നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക്, ഹൈ ഹീൽഡ് സിലബസ് മാപ്പ് ഏതാണ്, അതുപോലെ തന്നെ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ ഏതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 പ്രെഡിക്റ്റീവ് സെറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എക്സാമിന് വരുന്നത് പോലെ തന്നെ ഒരു 9 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കായി തരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. അത് വർക്ക്ഔട്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്തൊക്കെ എഴുതണം, എന്തൊക്കെയാണ് പോയിന്റ് വേണ്ടത് എന്നൊക്കെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീകോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെയൊക്കെ ആൻസേഴ്സ് നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ തന്നെ നമ്മുടെ ലേൺവൈസിന്റെ ലേണേഴ്സിന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളൊരു എക്സാം തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഇനി വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഒന്ന് ആലോചിക്കുക, ഒരു കാരണവശാലും എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാലും ഇനിയിപ്പോ കഴിഞ്ഞ എക്സാമിനെ പറ്റി ആലോചിച്ചിട്ടാലും നമ്മൾ ഒരിക്കലും ടെൻഷൻ ആവരുത്. ഇനി എന്താണോ വരാനിരിക്കുന്നത് അതിനെ നമ്മൾ ഫേസ് ചെയ്യുക, അതുപോലെ തന്നെ അതിനു വേണ്ടി പ്രിപ്പയർ ആവുക. അപ്പൊ നമുക്ക് സെഷനിലോട്ട് പോവാം. ആദ്യം നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ഡോക്യുമെന്റ് നമ്മൾ ഈ ഒരു മിനിമം ടൈമിൽ മാക്സിമം മാർക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഇതിന്റെ എക്സാം പാറ്റേൺ ആണ്. അതായത് നമ്മുടെ
BCOC 133 ബിസിനസ് ലോയുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം എക്സാം അറ്റ് എ ഗ്ലാൻസ്, ഒരൊറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അല്ലെ, നമുക്ക് എക്സാം എന്ന് പറയുന്നത് 100 മാർക്കിലാണ്, 3 hours ആണ് ഡ്യൂറേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമ്മൾ പാസ്റ്റ് 9 ഇയേഴ്സിൽ, അതായത് ഫെബ്രുവരി 2021 തൊട്ട് ഡിസംബർ 2021 ആൻഡ് ഡിസംബർ 2022, ജൂൺ 2023, ഡിസംബർ 2023, ജൂൺ 2024, ഡിസംബർ 2024 ആൻഡ് ജൂൺ 2025 ആൻഡ് ഡിസംബർ 2025 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസിലാണ് നമ്മൾ ഈ ഒരു PYQ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്കും ഹൈ ഹീൽഡ് ടോപ്പിക്കും മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും പ്രിഡിക്റ്റീവ് സെറ്റുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരു ബ്ലോക്ക് പോലും നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടില്ല. നമ്മുടെ ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം 1 to 6 വരെയാണ് നമ്മുടെ ബ്ലോക്ക് വരുന്നത്. ആ 6 ബ്ലോക്കും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ PYQ സെഷൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാർക്ക് എങ്ങനെയാണ് ക്യാരി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് A പാർട്ടും ഒരു ക്വസ്റ്റ്യനിൽ തന്നെ A പാർട്ടും ഉണ്ടാവും, B പാർട്ടും ഉണ്ടാവും. അപ്പോൾ ഒന്നുകിൽ A പാർട്ടിൽ 10 മാർക്ക്, B പാർട്ട് 10 മാർക്ക്, അങ്ങനെ 20 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വരാം, ഒരു 12 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക്, അതുപോലെ തന്നെ 15 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക്, അല്ലെങ്കിൽ 8 മാർക്ക് അല്ലെങ്കിൽ 12 മാർക്ക്. അങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യന് A പാർട്ടും B പാർട്ടും വരുന്ന സമയത്ത് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എക്സാം പേപ്പർ ബ്ലൂ പ്രിന്റ് ആണ്. അതായത് എക്സാം പേപ്പർ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഇതിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ബ്ലോക്ക്, നമ്മൾ ബ്ലോക്ക് 6 എന്നാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. ബ്ലോക്ക് 6ൽ 10% ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് നമുക്കറിയാം നമ്മുടെ ബ്ലോക്ക് 5ൽ അത് 15% ആണ് വരുന്നത്. ദെൻ പാർട്ട്ണർഷിപ്പ് ആൻഡ് LLP ബ്ലോക്ക് 4ൽ 15% ആണ്. ദെൻ സ്പെസിഫിക് കോൺട്രാക്ട് ബ്ലോക്ക് 3 25%. ദെൻ ബ്ലോക്ക് 1ൽ നിന്ന്, അതായത് ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് ബ്ലോക്ക് 1 മുതൽ ബ്ലോക്ക് 2 വരെ 35% ആണ് അതിന്റെ ഒരു വെയിറ്റേജ് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഹൈ ഹീൽഡ് സിലബസ് മാപ്പ് ആണ്. അതായത് എങ്ങനെയാണ് ഇതിലെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം നമുക്കൊരു ടയർ സിസ്റ്റം ഉണ്ട്. അതായത് നമുക്ക് ഹൈ ഹീൽഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മീഡിയം ഹീൽഡ് ഉണ്ട്, ലോ ഹീൽഡ് ഉണ്ട്. ഹൈ ഹീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്പിയർഡ് ഇൻ ഓൾമോസ്റ്റ് എവറി സെഷൻ. എല്ലാ സെഷനിലും നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഹൈ ഹീൽഡിൽ വരുന്നത്. ഫ്രീക്വന്റ് അപ്പിയറൻസ് ആണ് മീഡിയം ഹീൽഡിൽ വരുന്നത്. മീഡിയം ഹീൽഡിനെ നമ്മൾ 2 സ്റ്റാർ കൊണ്ടും ഹൈ ഹീൽഡിനെ നമ്മൾ 3 സ്റ്റാർ കൊണ്ടുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോ ഹീൽഡ് ഉണ്ട്, 1 സ്റ്റാർ ആണ് വരുന്നത്. ഇറ്റ് അപ്പിയേഴ്സ് ഒക്കേഷണലി ആണ്, ബട്ട് ഇറ്റ് ഈസ് ഗുഡ് ഫോർ കോംപ്രിഹെൻസീവ് കവറേജ്. ആൻഡ് വി ഹാവ് ടു അലോക്കേറ്റ് ദ സ്റ്റഡി ടൈം. ഇൻ ഹൈ ഹീൽഡ് ആണെങ്കിൽ നമ്മൾ ഒരു 50% എങ്കിലും എന്ത് ചെയ്യണം, സ്റ്റഡി ടൈം അലോക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഒരു മീഡിയം ഹീൽഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനെ നമ്മൾ 30% എങ്കിലും ടൈം അലോക്കേറ്റ് ചെയ്യുക. ദെൻ ലോ ഹീൽഡ് ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 20% ടൈം എങ്കിലും അലോക്കേറ്റ് ചെയ്യുക നമ്മളുടെ സ്റ്റഡി ടൈം. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ബ്ലോക്ക്, അതായത് നമുക്ക് 1 to 6 വരെയാണ് നമ്മുടെ ബ്ലോക്ക് വരുന്നത്. ആ ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റ് ടൈറ്റിൽ നിന്നാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, എത്ര തവണ എത്ര ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ട് എത്ര വരെയാണ് ചോദിച്ചിട്ടുള്ളത്, ഏത് ടയർ ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്ന ബ്ലോക്ക് 1 ആണ്. ബ്ലോക്ക് 1ൽ യൂണിറ്റ് 1 എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട് 7 ടൈംസ് ആണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബർ 2025 വരെ 3 സ്റ്റാർ ആണ് റേറ്റിംഗ് വരുന്നത്. അതായത് നമ്മളുടെ ആ ഒരു ലെവൽ വരുന്നത് നമുക്കറിയാം, നമുക്ക് ടയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈ ഫ്രീക്വൻസിയിലാണ് വരുന്നത് 3 സ്റ്റാർ എന്ന് പറയുമ്പോൾ. ഇനി അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് 8 ടൈംസ് ആണ് ഫ്രീക്വൻസി. ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബർ 2025 വരെ ആൻഡ് ടയർ 3 സ്റ്റാർ തന്നെയാണ്. Then block 1 unit 3 capacity of parties frequency 5 times ആണ്. ഡിസംബർ 2025 ആണ് ലേറ്റസ്റ്റ്, 2 സ്റ്റാർ ആണ്. Then block 1 unit 4 free consent 8 times ആണ് ഫ്രീക്വൻസി ആൻഡ് ദെൻ ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബർ 2025 വരെ ടയർ വരുന്നത് 3 സ്റ്റാർ ആണ്. Then block 2ൽ യൂണിറ്റ് 5 consideration and legality of object 7 times ആണ് ഫ്രീക്വൻസി വരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബർ 2025 വരെ 3 സ്റ്റാർ ആണ്. Then block 2ൽ യൂണിറ്റ് 6 void agreements and contingent contract frequency 3 times ആണ്. ഡിസംബർ 2025 ആണ് ലേറ്റസ്റ്റ്, 2 സ്റ്റാർ ആണ്. Then block 2ൽ യൂണിറ്റ് 7 performance and discharge then 4 times ആണ് ഫ്രീക്വൻസി വരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ജൂൺ 2025 വരെ, then ടയർ 2 ആണ്. Then block 2ൽ യൂണിറ്റ് 8 remedies for breach and quasi contract 6 ടൈം ആണ് ഫ്രീക്വൻസി വരുന്നത്. ഡിസംബർ 2025 ആണ് ലേറ്റസ്റ്റ് വരുന്നത്, then ടയർ 3. Then block 3ൽ യൂണിറ്റ് 9 indemnity and guarantee
ഫ്രീക്വൻസി 6 ടൈംസ് ആണ് ഡിസംബർ 2025 വരെ. ദെൻ 3 സ്റ്റാർ ആണ് റേറ്റിംഗ് വരുന്നത്. അടുത്തത് ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 10 ബെയിൽമൻ ആൻഡ് പ്ലഡ്ജ് 8 ടൈം ആണ് ഫ്രീക്വൻസി വരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ജൂൺ 2025 വരെ 3 ആണ് സ്റ്റാർ വരുന്നത്. അത് 3 ടയറിലാണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 11 കോൺട്രാക്ട് ഓഫ് ഏജൻസി 9 ടൈംസ് ആണ് ഫ്രീക്വൻസി. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇതിന് 3 സ്റ്റാർ ആണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 12 ഡെഫിനിഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് 6 ടൈംസ് ആണ് ഫ്രീക്വൻസി. ഡിസംബർ 2025 ആണ് ലേറ്റസ്റ്റ് വരുന്നത്. ടയർ 3യിലാണ് വരുന്നത്. Then block 4, unit 13, right, duties and liabilities of partners. Frequency 2 times ആണ്. ജൂൺ 2025 വരെ 1 സ്റ്റാർ ആണ്. അതായത് 1 ടയറിലാണ് വരുന്നത്. Then block 4, unit 14, dissolution of partnership firm. Then 4 times ആണ് ഫ്രീക്വൻസി വരുന്നത്. ജൂൺ 2024 വരെ 2 ടയർ ആണ്. Then block 4 unit 15, limited liability partnership LLP. 3 ടൈംസ് ആണ് ഫ്രീക്വൻസി വരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബർ 2025 വരെ. ദെൻ ടയർ 2. അടുത്ത ബ്ലോക്ക് 5 യൂണിറ്റ് 16 നേച്ചർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ 4 ടൈംസ് ആണ് ഫ്രീക്വൻസി. ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബർ 2025 വരെ 2 ടയർ ആണ്. ദെൻ ബ്ലോക്ക് 5 യൂണിറ്റ് 17 കണ്ടീഷൻസ് ആൻഡ് വാറന്റീസ് ആൻഡ് കാവിയേറ്റ് എംപ്റ്റർ ആൻഡ് 7 ടൈംസ് ആണ് ഫ്രീക്വൻസി. ആൻഡ് ജൂൺ 2025 ആണ് ലേറ്റസ്റ്റ് ആൻഡ് 3 ടയർ ആണ്. Then block 5 unit 18 transfer of ownership and delivery 4 times ആണ് frequency. ഡിസംബർ 2024 വരെ 2 ടയർ ആണ്. Then block 5 unit 19 right of an unpaid seller 3 times ആണ് frequency. ഡിസംബർ 2025 വരെ 2 ടയർ ആണ്. Then block 6 unit 20 negotiable instruments and its parties 2 ടൈം ആണ് frequency. ജൂൺ 2025 ആണ് ലേറ്റസ്റ്റ് 1 ടയർ ആണ്. Then block 6 unit 21 promissory note, bill of exchange and check 8 times ആണ് frequency and latest ആയിട്ട് ഡിസംബർ 2025 വരെ 3 ടയർ ആണ്. Then block 6 unit 22 negotiation and frequency 2 and latest ആയിട്ട് ഡിസംബർ 2024 1 ടയർ ആണ്. Then block 6 unit 23 presentment and discharge ഫ്രീക്വൻസി 3 ടൈംസ് ആണ്. ദെൻ ലേറ്റസ്റ്റ് ആയിട്ട് ജൂൺ 2023 ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ടയർ 2ലാണ് വരുന്നത്. ഇനി ഇതിന്റെ ഒരു അതായത് യൂണിറ്റ് ഫ്രീക്വൻസി മാപ്പ് ആണ് തന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ഹീറ്റ് മാപ്പിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ അതായത് ഇതിന്റെ ഒരു യൂണിറ്റ് ഫ്രീക്വൻസിയാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ടോപ്പ് 5 റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് ഏത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏജൻസി. അതിൽ റൈറ്റ്, റാക്ടിഫിക്കേഷൻ, ഇറക്കവബിൾ അതെന്ന് പറയുന്നത് 9 ടൈംസ് ആണ്. നമ്പർ ഓഫ് അപ്പിയറൻസ് എന്ന് പറയുന്നത് 9 ആണ്. ദെൻ ഫ്രീ കൺസെന്റിൽ തന്നെ ഫ്രോഡ്, കൊയേർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ് അതും നമുക്ക് ആ നമ്പർ ഓഫ് അപ്പിയറൻസ് വരുന്നതാണെങ്കിൽ 8 ആണ് വരുന്നത്. ദെൻ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ചെക്ക് അതും നമ്പർ ഓഫ് അപ്പിയറൻസ് 8 ആണ് വരുന്നത്. ദെൻ കണ്ടീഷൻ, വാറന്റി ആൻഡ് കാവിയേറ്റ് എംപ്റ്റർ അതും നമ്പർ ഓഫ് അപ്പിയറൻസ് വരുന്നത് 7 ആണ്. ദെൻ കൺസിഡറേഷൻ ആൻഡ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്ട് അതും നമ്പർ ഓഫ് അപ്പിയറൻസ് വരുന്നത് 7 ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലേക്കാണ്. അതായത് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഗോൾഡൻ ബാങ്കിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കറിയാം ഇതിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് 3 ക്വസ്റ്റ്യൻസ് ആണ്. ആ 3 ക്വസ്റ്റ്യൻസിനും നമ്മൾ ഫയർ കൊടുത്ത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫയർ കൊടുത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫയർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോ ഓഫ് കോൺട്രാക്ട് ഈസ് നോട്ട് ദ ഹോൾ ലോ ഓഫ് എഗ്രിമെന്റ് ആൻഡ് നോട്ട് ഈസ് ഇറ്റ് ദ ഹോൾ ലോ ഓഫ് ഒബ്ലിഗേഷൻ കമന്റ്. And second one, discuss the essential elements of a valid contract with examples. And third one, distinguish between void agreement and voidable contract and void agreement and illegal agreement and executed and executory contract. ഇത് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ അതായത് ഡിഫറൻസസ് എഴുതാനാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ ആൻസേഴ്സ് നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. അതായത് ഇതിന്റെ ആൻസേഴ്സ് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് തന്നെ ബെയിൽമൻ ആൻഡ് പ്ലഡ്ജില് 3 ക്വസ്റ്റ്യൻസ് ആണ്. 3 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഫയർ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ബെയിൽമൻ ആൻഡ് ഡിസ്ക്രൈബ് ദ എസെൻഷ്യൽ ആൻഡ് കൈൻഡ്സ് ഓഫ് ബെയിൽമൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ ബെയിലി.
ഇതിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ആദ്യം ബെയിൽമെന്റ് എന്ത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്യുക. ദെൻ കൈൻഡ്സ് ഓഫ് ബെയിൽമെന്റ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബെയിലിന്റേതാണ് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ചോദിച്ചിട്ടുള്ളത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹു ഇസ് എ ഫൈൻഡർ ഓഫ് ഗുഡ്സ് ആൻഡ് വാട്ട് ആർ ഹിസ് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് ദ നേച്ചർ ഓഫ് ഹിസ് ലീൻ. ആൻഡ് തേർഡ് വൺ, under what circumstances can a non-owner of goods make a valid pledge? അപ്പം ഈ 3 ക്വസ്റ്റ്യന്റെയും ആൻസേഴ്സ് നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ നമ്മുടെ ലേൺവൈസിന്റെ ലേണേഴ്സിന് അവൈലബിൾ ആണ്. മെയ് 1 നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ഈ ഒരു ഡോക്യുമെന്റ് നമ്മുടെ ആപ്പിൽ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസിലാണ് 2 ക്വസ്റ്റ്യൻസ് ആൻഡ് 2 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ആൻ ഓഫർ and discuss the legal rules for a valid offer and circumstances under which an offer lacks. And second one, explain cross offer, standing offer, general offer, implied offer and counter offer with examples. ഇതിന്റെയും ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ തന്നെ ലേൺവൈസിന്റെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ, ഫ്രീ കൺസെന്റിൽ 2 ക്വസ്റ്റ്യൻസ് ആണ്, 2 റിപ്പീറ്റഡ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ഫ്രോഡ്? And then, does the silence amount to fraud? And distinguish fraud from misrepresentation. And next one, distinguish between coercion and undue influence. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഫയർ എഴുതിയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. അടുത്തത് കൺസിഡറേഷൻ ആൻഡ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ്. അതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ്, 2 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, ഡിഫൈൻ കൺസിഡറേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ലീഗൽ റൂൾസ് ഫോർ വാലിഡ് കൺസിഡറേഷൻ ആൻഡ് ഇൻ വാട്ട് കേസസ് എ കോൺട്രാക്ട് വിതൗട്ട് കൺസിഡറേഷൻ വാലിഡ്. ആൻഡ് സെക്കൻഡ് വൺ, ഡിസ്കസ് എഗ്രിമെന്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി വിത്ത് എക്സാമ്പിൾസ്. നമുക്ക് അധിക ക്വസ്റ്റ്യൻസും എക്സാമ്പിൾസോട് കൂടിയാണ്, അതായത് ലോന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, എക്സാമ്പിൾ കോട്ട് ചെയ്തിട്ട് തന്നെ എഴുതാൻ നോക്കുക. അപ്പൊ ഇത് 2 ക്വസ്റ്റ്യൻസ് ആണ് കൺസിഡറേഷൻ ആൻഡ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ആൻസേഴ്സും നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ, അതായത് PYQന്റെ ബുക്ക്ലെറ്റിൽ തന്നെ അവൈലബിൾ ആണ്. നെക്സ്റ്റ്, ഇന്റർമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി. 2 ക്വസ്റ്റ്യൻ ആൻഡ് 2 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി and discuss its features and circumstances when a surety is discharged and distinguish guarantee from interminity. And second one, explain the right of a surety against a principal debtor, creditor and C co-sureties and what is subrogation. ഇതിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ഓഫ് എ ഷുവർട്ടി അഗെയിൻസ്റ്റ് ആർക്കൊക്കെ? എ പാർട്ടിൽ വരുന്നത് പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ബി ക്രെഡിറ്റർ, സി കോ-ഷുവർട്ടീസ്. അപ്പൊ ഇത് ഓരോന്നും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിൽ വേറൊരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് വന്നിട്ടുണ്ട്, വാട്ട് ഈസ് സബ്രഗേഷൻ എന്നുള്ളത്. അപ്പം ഇതിന്റെയും ആൻസേഴ്സ് നമ്മുടെ PYQന്റെ ബുക്ക്ലെറ്റിൽ നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. അടുത്തത് കോൺട്രാക്ട് ഓഫ് ഏജൻസി. 2 ക്വസ്റ്റ്യൻ ആൻഡ് 2 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, ഡിഫൈൻ ഏജന്റ് ആൻഡ് പ്രിൻസിപ്പിൾ ആൻഡ് ഡിസ്കസ് ദ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എൻ ഏജന്റ് ആൻഡ് വാട്ട് ഈസ് ഏജൻസി ബൈ റാക്ടിഫിക്കേഷൻ ആൻഡ് ഇറ്റ്സ് റിക്വസിസ്റ്റ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് സെക്കൻഡ് വൺ, വാട്ട് ഈസ് ഇർറിക്കവബിൾ ഏജൻസി ആൻഡ് വേസ് ഓഫ് ടെർമിനേഷൻ ഓഫ് ഏജൻസി ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് സബ് ഏജന്റ് ആൻഡ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സബ് ഏജന്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഏജന്റ്. ഇതാണ് കോൺട്രാക്ട് ഓഫ് ഏജൻസിയിൽ 2 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസേഴ്സും നമ്മുടെ PYQയുടെ ബുക്ക്ലെറ്റിൽ ലേൺവൈസിന്റെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. അടുത്തത് ഡെഫിനിഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. 2 ക്വസ്റ്റ്യൻ ആൻഡ് 2 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, ഡിഫൈൻ പാർട്ട്ണർഷിപ്പ്. ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്യണം. അതില് അടുത്തത്, ഡിസ്ക്രൈബ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടെസ്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. അപ്പൊ 3 ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, സെക്കൻഡ്, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം ആൻഡ് ദ എഫക്ട് ഓഫ് നോൺ രജിസ്ട്രേഷൻ. അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ PYQയുടെ ബുക്ക്ലെറ്റിൽ നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. അടുത്തത് കണ്ടീഷൻസ് ആൻഡ് വാറന്റീസിൽ 2 ക്വസ്റ്റ്യൻ ആൻഡ് 2 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, ഡിഫൈൻ കണ്ടീഷൻ ആൻഡ് വാറന്റി ആൻഡ് ഡിസ്റ്റിങ്വിഷ് എക്സ്പ്ലൈഡ് ഇംപ്ലൈഡ് കണ്ടീഷൻ. അതായത് ഇതിൽ എസ്പെഷ്യലി ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ നമ്മളത് കൊടുത്തിട്ടുണ്ടാവണം. ദെൻ സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ ഡോക്ട്രിൻ ഓഫ് കാവിയേറ്റ് എംപ്റ്റർ ആൻഡ് വാട്ട് ആർ ദ എക്സെപ്ഷൻസ്. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടീഷൻ ആൻഡ് വാറന്റീസിൽ വന്നിരിക്കുന്നത്. ഇതും ആൻസേഴ്സും നമ്മുടെ PYQന്റെ ബുക്ക്ലെറ്റിൽ നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. Then capacity of parties, 1 question, 1 most repeated question, that is, who is a minor and what are the necessaries and when is a minor liable on a contract for necessaries
ആൻഡ് എക്സ്പ്ലെയിൻ ദ ലീഗൽ പൊസിഷൻ ഓഫ് എഗ്രിമെന്റ് വിത്ത് എ മൈനർ. ഇതിന്റെയും ആൻസേഴ്സ് നമ്മുടെ PYQയുടെ ബുക്ക്ലെറ്റിൽ തന്നെ നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ നോക്കുന്നത് പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് ആണ്. ഇത്രയും സമയം നമ്മൾ നോക്കിയത് ഗോൾഡൻ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ ഫയർ കൊണ്ട് ഡിനോട്ട് ചെയ്തു. അതായത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള പാർട്ട് ഏതാണെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ നോക്കുന്നത് പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് ആണ്. അതായത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള 2 സെറ്റാണ്, A സെറ്റും B സെറ്റും ആയിട്ടാണുള്ളത്. അപ്പൊ ഈ 2 സെറ്റും എന്ത് ചെയ്യണം, നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. നമുക്കിത് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ എക്സാമിന് പോയിന്റ്സ് ഒക്കെ എഴുതാനും എല്ലാം പെട്ടെന്ന് പറ്റും. അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസേഴ്സ്, അതായത് ഈ പ്രാക്ടീസ് സെറ്റ് ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ പ്രാക്ടീസ് സെറ്റ് A, അതായത് ഹൈ പ്രോബബിലിറ്റി പേപ്പർ, അതായത് നമുക്ക് 3 hours ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 20 മാർക്കാണ് ഈച്ച്, അതായത് ഒരു ക്വസ്റ്റ്യന് 20 മാർക്കാണ് വരുന്നത്. നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതിൽ പ്രാക്ടീസ് സെറ്റ് Aയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് all contract are agreement but all agreements are not contract. And discuss the statement and by identifying the essential elements of a valid contract. അതാണ് നമ്മുടെ A പാർട്ടിലെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. എസെൻഷ്യൽ എലമെന്റ്സ് ഒക്കെ നമ്മളൊരു കോഡ് വെച്ചിട്ട് തന്നെ നമ്മൾ ലൈവ് സെഷൻ, അതായത് ലൈവ് റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് എന്നുള്ളത്. അതിന് നമുക്ക് വന്നിരിക്കുന്ന മാർക്ക് ഒരു ക്വസ്റ്റ്യന് 10 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. ദെൻ B പാർട്ടിൽ വന്നിരിക്കുന്നത് the distinguish between void agreement and voidable contract and executed and executory contract. അതും 10 മാർക്കാണ് വന്നിരിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിഫൈൻഡ് കൺസിഡറേഷൻ, അതിൽ A പാർട്ടാണ്. ഡിഫൈൻഡ് കൺസിഡറേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് കൺസിഡറേഷൻ വിത്ത് എക്സാമ്പിൾസ്. അതിനും 12 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. B പാർട്ട് എന്ന് പറയുന്നത് എ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് കനോട്ട് സ്യൂ ബട്ട് എ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ക്യാൻ സ്യൂ. ഡു യു എഗ്രി? അപ്പൊ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. ഇതിന് വന്നിരിക്കുന്ന മാർക്ക് 8 മാർക്കാണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യന് 12 മാർക്കും 8 മാർക്കും, അതായത് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ദെൻ തേർഡ് പാർട്ട്, അതായത് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ആൻ ഓഫർ ലാപ്സസ് ആൻഡ് എക്സ്പ്ലെയിൻ ക്രോസ് ഓഫർ, സ്റ്റാൻഡിംഗ് ഓഫർ ആൻഡ് കൗണ്ടർ ഓഫർ വിത്ത് 1 എക്സാമ്പിൾ ഈച്ച്. അതായത് ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യണം, എക്സാമ്പിളും കൂടി കോട്ട് ചെയ്തുകൊണ്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. 20 മാർക്കിന്റെ ഒരു ഫുൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ് തേർഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യനും അങ്ങനെയാണ്, 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, സബ് ക്വസ്റ്റ്യൻസ് ഇല്ല. വാട്ട് ആർ നെസസറീസ് ആൻഡ് വെൻ ഈസ് എ മൈനർ ലയബിൾ ഓൺ എ കോൺട്രാക്ട് ഫോർ നെസസറീസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ലീഗൽ പൊസിഷൻ ഓഫ് എഗ്രിമെന്റ് വിത്ത് എ മൈനർ ആൻഡ് ദ പരദാശൻ വുമൺ. ഇതാണ് നമ്മളുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പം ഇതും നമുക്ക് എന്തില്ല, A പാർട്ടും ഇല്ല B പാർട്ടും ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. അടുത്ത പ്രാക്ടീസ് സെറ്റ് Aയിലെ ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആൻഡ് ഡിസ്കസ് ഇറ്റ് സ്പെഷ്യൽ ഫീച്ചേഴ്സ്. നമുക്ക് അത് A പാർട്ടാണ്, 10 മാർക്കിനാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്നും അതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്താണോ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് B പാർട്ടിൽ വന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ റൈറ്റ് ഓഫ് എ ഷുവർട്ടി അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ and the creditor and the co-sureties and including the right of subrogation. ഇതാണ് നമ്മുടെ 10 മാർക്കിന്റെ B പാർട്ടിലെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദെൻ സിക്സ്ത് വൺ എന്ന് പറയുന്നത് ഡിഫൈൻ ബെയിൽമെന്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽ ആൻഡ് കൈൻഡ്സ് ഓഫ് ബെയിൽമെന്റ്. 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, കാരണം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽ ആൻഡ് കൈൻഡ്സ് ഓഫ് ബെയിൽമെന്റ്. എസെൻഷ്യൽസ് എന്താണെന്നുള്ളതും ഏതൊക്കെ കൈൻഡ്സ് ആണ്, ബെയിൽമെന്റിന്റെ കൈൻഡ്സ്, ടൈപ്സ് എത്രയാണെന്നുള്ളത് നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് അതിന് 12 മാർക്കാണ് വന്നിട്ടുള്ളത്. B പാർട്ട് വാട്ട് ആർ ദ റൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ പ്ലഡ്ജർ ആൻഡ് എ പ്ലഡ്ജി. അപ്പൊ പ്ലഡ്ജറുടെയും പ്ലഡ്ജിന്റെയും റൈറ്റും റെസ്പോൺസിബിലിറ്റീസും ആണ് നമ്മൾ എഴുതേണ്ടത്. അതിന് നമുക്ക് 8 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. ദെൻ സെവൻത് വൺ വാട്ട് ഈസ് എ പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ആൻഡ് വാട്ട് ആർ ദ എഫക്ട് ഓഫ് നോൺ രജിസ്ട്രേഷൻ. 12 മാർക്കാണ് A പാർട്ടിൽ വന്നിരിക്കുന്നത്. B പാർട്ടിൽ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പാർട്ട്ണർഷിപ്പ് ആൻഡ് ജോയിന്റ് ഹിന്ദു ഫാമിലി. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അതായത് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ പാർട്ട്ണർഷിപ്പും ജോയിന്റ് ഹിന്ദു ഫാമിലിൻ്റെതും എഴുതാൻ വന്നിരിക്കുന്നത്. ദെൻ 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഡോക്ട്രിൻ ഓഫ് കാവിയറ്റ് എംപ്റ്റർ ആൻഡ് വാട്ട് ആർ ദ എക്സംഷൻ ടു ദിസ് ഡോക്ട്രിൻ
12 മാർക്കാണ്. അതായത് കാവിയറ്റ് ടെംപ്റ്റർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് തന്നെയാണ്. ബിവെയർ ഓഫ് ബയർ എന്നുള്ളതാണ് അതിന്റെ ആ ഒരു കൺസെപ്റ്റ് വരുന്നത്. അതിന്റെ എക്സെപ്ഷൻസ് എന്താണെന്ന്, എക്സെപ്ഷൻ ടു ദിസ് ഡോക്ട്രിൻ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 2 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വന്നത്. 2 ക്വസ്റ്റ്യനും കൂടിയിട്ട് എ പാർട്ടിൽ 12 മാർക്കാണ് വരുന്നത്. ദെൻ ബി പാർട്ടിൽ വാട്ട് ഈസ് മീൻ ബൈ റിസർവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് ഡിസ്പോസൽ ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്? 8 മാർക്കാണ് അതിന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പ്രാക്ടീസ് സെറ്റിൽ നമ്മൾ എയില് ഒരു 8 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എക്സാമിന് എഴുതേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത് 5 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന്റെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതും കണ്ടു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ 8 ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. കാരണം നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ തന്നിട്ടുള്ളതാണ്, ഹൈ പ്രോബബിലിറ്റി ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഇരുന്ന് നമ്മൾ ഓരോന്നിന്റെയും പോയിന്റ്സും മെയിൻ പോയിന്റ്സും കണ്ടുപിടിച്ച് എഴുതാം. അപ്പൊ നമ്മുടെ ലേൺ വൈസിന്റെ ലേണേഴ്സിന് ഇതൊക്കെ നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. PYQയുടെ ബുക്ക്ലെറ്റിൽ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എക്സ്പ്ലനേറ്ററി നോട്ട് ഓൺ എനി ഓഫ് ദ ഫോളോയിങ്. അതായത് ഒരു എക്സ്പ്ലനേറ്ററി അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് എഴുതാനാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം 10 മാർക്കാണ്. അതായത് ഏതെങ്കിലും 2 എണ്ണാണ് പറഞ്ഞിട്ടുള്ളത്. എനി 2 ഓഫ് ദ ഫോളോയിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഒന്നിന് 10 മാർക്ക് വെച്ച് 2 എണ്ണത്തിന് 20 മാർക്കാണ് അതിലുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാഗറിംഗ് എഗ്രിമെന്റ്, ദെൻ ക്വാണ്ടം മെറിറ്റ്. സി എന്ന് പറയുന്നത് കമ്പയർ ആൻഡ് കോൺട്രാക്ട് എ ബിൽ വിത്ത് എ ഹിന്ദി briefly describe various kinds of hundis and holder in due course and its privileges ആണ് ഡി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഷോർട്ട് നോട്ട് ഓരോന്നും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതായത് ലേൺ വൈസിന്റെ നമുക്കറിയാം നമ്മുടെ PYQയുടെ ബുക്ക്ലെറ്റിൽ തന്നെ എല്ലാം ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രാക്ടീസ് സെറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. നമുക്ക് 9 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 9 ക്വസ്റ്റ്യൻസിലും നമുക്ക് 5 ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു ഓരോന്നും നമ്മൾ എഴുതി പഠിക്കണം. കാരണം ഓരോന്നും നമുക്ക് ചോദിക്കാം. ഈ ടൈപ്സ് ഓഫ് ഹുണ്ടീസ് എന്നുള്ളതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. പല ടൈപ്സ്, ഒരു 10-15 ടൈപ്സ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്രയും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനുള്ള കാര്യങ്ങൾ നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് റിവിഷൻ ക്ലാസ്സിലും നമ്മൾ എത്ര ടൈപ്സ് ഉണ്ട് എന്നുള്ളതും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഹുണ്ടീസും ഏതാണെന്നുള്ളത്, അതുപോലെ തന്നെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്താണ്, അതിന്റെ പ്രിവിലേജസ് എന്താണെന്നുള്ളതും. അപ്പൊ നമുക്ക് 10 മാർക്കിനാണ് എഴുതേണ്ടത്. അപ്പൊ അതിനുള്ള പോയിന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പൊ ഇതിന്റെയൊക്കെ ആൻസേഴ്സ് നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ PYQയുടെ ബുക്ക്ലെറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അടുത്ത നമ്മൾ നോക്കുന്നത് പ്രാക്ടീസ് സെറ്റ് ബി ആണ്. എ സെറ്റിൽ നമ്മൾ 9 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ബി സെറ്റിൽ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതും 3 hours നമുക്കറിയാം. നമ്മുടെ ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. അറ്റംപ്റ്റ് 25 and 20 മാർക്ക് ഫോർ ഈച്ച്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ആൻ ഓഫർ, ആൻഡ് അതിൽ തന്നെ എ പാർട്ടിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടി വന്നിട്ടുണ്ട്. ഡിസ്കസ് ദ ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ഓഫർ. അങ്ങനെ നമുക്ക് 12 മാർക്കിനാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദെൻ ബി പാർട്ട് പറയുന്നത് വാട്ട് യു മീൻ ബൈ റിവോക്കേഷൻ ഓഫ് ആൻ ഓഫർ ആൻഡ് ഈസ് ദർ എനി ടൈം ലിമിറ്റ് ആഫ്റ്റർ വിച്ച് ആൻ ഓഫർ കനോട്ട് ബി റിവോക്ഡ്. അത് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ എ പാർട്ട് വന്നിരിക്കുന്നത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കൊയേർഷൻ ആൻഡ് അൺഡു ഇൻഫ്ലുവൻസ്, ആൻഡ് അതുപോലെ തന്നെ 10 മാർക്കിനാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ബി പാർട്ട് വന്നിരിക്കുന്നത് ഡിഫൈൻ ഫ്രോഡ് ആൻഡ് പോയിന്റ് ഔട്ട് ഇറ്റ്സ് എഫക്ട് ഓൺ ദ വാലിഡിറ്റി ഓഫ് എ കോൺട്രാക്ട്, ഡസ് സൈലൻസ് എമൗണ്ട് ടു ഫ്രോഡ്. അതും നമുക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആൻഡ് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ റെമഡീസ് അവൈലബിൾ ടു ദ അഗ്രീവ്ഡ് പാർട്ടി, റിസഷൻ, ഡാമേജസ് ആൻഡ് സ്പെസിഫിക് പെർഫോമൻസ് ആൻഡ് ഇൻജക്ഷൻ ആൻഡ് ക്വാണ്ടം മെറിറ്റ്. അത് 20 മാർക്കിന്റെ ഒരു എസ്സേ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. സ്പ്ലിറ്റ് ചെയ്യാതെയാണ് വന്നിരിക്കുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ദ ഡോക്ട്രിൻ ഓഫ് സൂപ്പർവൈസിംഗ് ഇംപോസിബിലിറ്റി വിത്ത് എക്സെപ്ഷൻസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് നോവേഷൻ ആൻഡ് ഹൗ നോവേഷൻ ഈസ് ഡിഫറെന്റ് ഫ്രം റിസിഷൻ. അത് നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെയാണ്. 20 മാർക്കിന്റെ ആണ് വന്നിട്ടുള്ളത്. അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിൽ എ പാർട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആൻഡ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ബി പാർട്ട് between co-sureties is there is equality of burden and benefit a litigate, and 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഒപ്പീനിയൻ ആണ് ഇവിടെ എഴുതേണ്ടത്. എഴുതുന്ന സമയത്ത് നമ്മൾ പഠിച്ച പോയിന്റും കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ട് വേണം ഈ 10 മാർക്കിന്റെ ബി പാർട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ആൻ ഏജന്റ് ആൻഡ് എ പ്രിൻസിപ്പിൾ and what is agency by ratification and what are the requisites of a valid ratification. 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ബി പാർട്ട് വന്നിരിക്കുന്നത്
വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് സബ് ഏജന്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് സബ് ഏജന്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഏജന്റ്? 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ആൻഡ് ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം under what circumstances can the court order the dissolution of a firm on the suit of a partner? 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻഡ് കണ്ടീഷൻ ആൻഡ് വാറന്റി ഇൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആൻഡ് എക്സ്പ്ലൈൻ ഇംപ്ലൈഡ് കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ ആൻഡ് സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ. അത് 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നമുക്ക് ബി പാർട്ട് ആണ് വന്നത്. ഹു ഈസ് ആൻ അൺപെയ്ഡ് സെല്ലർ ആൻഡ് വാട്ട് ആർ ഹിസ് റൈറ്റ് ആൻഡ് എഗെയിൻസ്റ്റ് ദ ഗുഡ്സ്? അത് നമുക്ക് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് 9th ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് എക്സ്പ്ലനേറ്ററി നോട്ട് ഓൺ എനി 4 ഓഫ് ദ ഫോളോയിങ്. അതായത് നമുക്ക് നേരത്തെ നമ്മൾ ബി പാർട്ടിൽ എ പാർട്ടിൽ നമ്മൾ 2 ആണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് 4 ആണ് പറയുന്നത്. 4 ഓഫ് ദ ഫോളോയിങ് ആണ്. റൈറ്റ് എക്സ്പ്ലനേറ്ററി നോട്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എ പറയുന്നത് ക്രോസ് ഓഫർ, ബി കണ്ടീജന്റ് ഗുഡ്സ് and C quasi contract and D implied authority of a partner and E crossing of a check and F കുണ്ടി. ഇത്രയാണ് നമ്മുടെ പ്രാക്ടീസ് സെറ്റ് ബിയിലെ 9th ക്വസ്റ്റ്യനിൽ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് റൈറ്റ് എക്സ്പ്ലനേറ്ററി നോട്ട് എനി ഓഫ് ദ 4 ഓഫ് ദ ഫോളോയിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒക്കെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ തന്നെ, അതായത് നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ നമ്മുടെ ലേൺ വൈസിന്റെ ലേണേഴ്സിന് നമ്മൾ മുൻകൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ആപ്പിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. PYQയുടെ ബുക്ക്ലെറ്റിൽ തന്നെ അവൈലബിൾ ആണ്. നമ്മൾ നോക്കുന്നത് ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് ആണ്. അതായത് നമുക്കറിയാം, നമ്മൾ എല്ലാവരും ഇപ്പം എക്സാം എഴുതി പരിചയമുള്ളവരാണ് അല്ലെ. അപ്പൊ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് ഈ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് 500 to 600 വേർഡ്സിനുള്ളിലായിരിക്കണം നമ്മൾ ആ ഒരു 20 മാർക്കിന്റെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ഇൻട്രോ കൊടുക്കുക, എന്താണ് ഡിഫൈൻ ദ കീ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ സ്കോപ്പ് എന്താണ്, ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഇൻട്രൊഡക്ഷൻ വരുന്നത്. അതിനുശേഷം നമ്മൾ അതിന്റെ ബോഡി പാർട്ട് കൊടുക്കുക. ബോഡി പാർട്ട് കൊടുക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് നമ്മളെ SLM നമ്മൾ കാണുന്നുണ്ട് ഓരോന്നും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഹെഡിങ് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. അതുപോലെ തന്നെയാണ് അവരും ആൻസർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഓരോന്ന് എഴുതുമ്പോൾ ഹെഡിങ് ഒക്കെ കൊടുത്ത് കറക്റ്റ് ആയിട്ട് നീറ്റ് ആയിട്ട് വേണം പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അറ്റ് ലാസ്റ്റ് ബോഡി പാർട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കൺക്ലൂഡ് ചെയ്യണം. കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ കൺക്ലൂഷനിൽ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പം ഒരു ഡിഫറൻസസ്, നമുക്കറിയാം ഈ ഒരു ലോന്റെ പാർട്ടിൽ നമുക്ക് അധികം ഡിഫറൻസസ് ചോദിക്കാറുണ്ട് അല്ലെ, ഡിസ്റ്റിങ്ക്യൂഷ് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മളിപ്പം വോയിഡ് കോൺട്രാക്ട്, വോയിഡബിൾ കോൺട്രാക്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താണ് കോൺട്രാക്ട് എന്നുള്ളത് ഒരു ഇൻട്രോ കൊടുക്കുക, അതിനുശേഷം ടൈപ്സ് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതൊരു ക്ലാസിഫിക്കേഷൻ ടേബിൾ ആക്കി വരച്ചിട്ട് വോയിഡ് എന്താണ്, വോയിഡബിൾ എന്താണെന്നുള്ളത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട് അതിന്റെ ബേസിസ്, അതുപോലെ തന്നെ അത് രണ്ടും എന്താണെന്നുള്ളത് കാറ്റഗറൈസ് ചെയ്ത് എഴുതാം. എഴുതിയതിനു ശേഷം എന്ത് ചെയ്യുക, നമ്മളത് കൺക്ലൂഡ് ചെയ്യുക. ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് നമ്മൾ അങ്ങനെ നീറ്റ് ആയിട്ട് വേണം പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഡയറക്റ്റ് പോയിട്ട് വോയിഡ് എന്താണ്, വോയിഡബിൾ എന്താണ് എന്നുള്ളത് ഒരിക്കലും എഴുതി വെക്കരുത്. എന്താണ് അതിന്റെ ഒരു കോൺട്രാക്ട് എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിന്റെ ഒരു ബോഡി പാർട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നോക്കുന്നത് സ്ട്രക്ചറിങ് തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ് ആണ്. അതായത് തിയറി ബേസ്ഡ് ആൻസേഴ്സ് ആണെങ്കിൽ ഇപ്പം ഡിഫൈൻഡ് തിയറി ക്ലിയർലി, അതായത് ഹു, വെൻ, വാട്ട് ഇതൊക്കെ വരുന്നതാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ഓരോന്ന് എഴുതുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ SLM ഓരോരോ ടെർമിനോളജീസ് ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ തിയറി ബേസ്ഡ് ആൻസേഴ്സിലാവുന്ന സമയത്ത് അതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് ആയിട്ട് ഓരോ കോമ്പോണൻസ്, ഓരോ കോർ കോമ്പോണൻസ് നമ്മൾ എഴുതേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ ആൻഡ് അപ്ലിക്കേഷൻ ഫോർ മാനേജേഴ്സ്, ഡിസ്കസ് ദ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഫോർ മാനേജേഴ്സ് വരികയാണെങ്കിൽ, അങ്ങനെ ഒരു ഇത് വരികയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ക്രിറ്റിസിസം അഡ്രസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ, ഇതൊക്കെയാണ് തിയറി ബേസ്ഡ് ആൻസേഴ്സിൽ നമുക്ക് നോക്കാൻ മെയിൻ ആയിട്ട് വരാവുന്നത്. അതുപോലെ തന്നെ കണക്ട് ടു മോഡേൺ പ്രാക്ടീസ് ഓർ റിലേറ്റഡ് തിയറീസ്, നമുക്കറിയാം ഇപ്പൊ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അങ്ങനെയുള്ളതും വരാം. കണക്ട് ടു മോഡേൺ പ്രാക്ടീസ് ഓർ റിലേറ്റഡ് തിയറീസും ആയിട്ടുള്ള തിയറി ബേസ്ഡ് ആൻസേഴ്സും നമുക്ക് വരാം. അതുപോലെ തന്നെ നമുക്ക് ഡിസ്കസ് ഓർ എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ, നമുക്കൊരു ഡിസ്കസ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു ബാലൻസ്ഡ് അനാലിസിസ് ആണ്. അതായത് നമ്മൾ അതിന്റെ ഒരു പ്രസന്റ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് അതിന്റെ പ്രോൺസ് ആൻഡ് കോൺസ്, അതായത് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്കസ് ചെയ്ത് എഴുതേണ്ടതുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ആണ് നമുക്ക് വരുന്നത് എങ്കിൽ, എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ ഡെപ്ത് ആയിട്ട് തന്നെ കറക്റ്റ് ആയിട്ട്, അതായത് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് തന്നെ അതിന്റെ ഒരു ക്ലാരിറ്റി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഡിസ്കസ് ആൻഡ് എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യനിൽ പറയുന്നത്.
ഇനി നമ്മൾ നോക്കുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. നമുക്കറിയാം നമുക്ക് 3 hours ആണ് ഉള്ളത്. ഈ 3 hours പലർക്കും പല രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലെ. ചിലവർക്ക് സമയം എത്താറില്ല, ചിലവർക്ക് സമയം തീരെ കുറവാണ്. അതുപോലെ തന്നെ ചിലവർ പറയും ഓക്കെ എനിക്ക് കുറെ ടൈം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പം ഓരോരുത്തർക്കും ടൈം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ ടൈം മാനേജ്മെന്റ് ആണ് മെയിൻ ആയിട്ട് എക്സാമിന് നോക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് ആയിട്ട് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് ആ സമയം തന്നെ എന്ത് ചെയ്യും, ഓടി വരും അല്ലെ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കാമായിട്ട് ഇരുന്നുകൊണ്ട് ഒന്ന് എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് തന്നിരിക്കുന്ന ഈ 9 ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് കണ്ണോടിച്ച് പോവുക. അതിൽ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് നോക്കി വെക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ആൻസറും ഓരോ ഈച്ച് ആൻസർ അതിന് എത്ര ഒരു 30 മിനിറ്റ് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ മാറ്റി വെക്കുക. ആ 30 മിനിറ്റിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട്, കൺക്ലൂഷൻ ഈ ഒരു രീതിയിൽ വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ മൈൻഡിൽ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു 6 മിനിറ്റ്, ലാസ്റ്റ് ഒരു 6 മിനിറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഓരോ ആൻസേഴ്സും നമ്മളൊന്ന് നോക്കുക. അതിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, ഏതെങ്കിലും വേർഡ്സ് നമ്മൾ വിട്ടിട്ടുണ്ടോ. ചില സമയത്ത് നമ്മൾ എഴുതി പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മൈൻഡ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ചില വേർഡ്സ് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ബ്ലാങ്ക് ആയിട്ട് വിടും. ബ്ലാങ്ക് ആയിട്ട് വിട്ടിട്ട് പിന്നീട് എഴുതാന്ന് പറഞ്ഞു വെക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ലാസ്റ്റ് ഒരു 6 മിനിറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് നോക്കി വെക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് 15 മിനിറ്റ് നമ്മൾ എന്ത് പോയാലും ഒരു 15 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഒരു ഫൈനൽ റിവ്യൂവിന് വേണ്ടിയിട്ടാണ്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ കറക്റ്റ് ആണോ ഇട്ടിട്ടുള്ളത്, ഇനി എന്തെങ്കിലും ചെറിയ കറക്ഷൻസ് വരുത്താനുണ്ടോ. ചില സമയം നമുക്ക് അറിയാം നമുക്ക് ടൈം തിരയാതെ വരുന്ന ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ട് ഒരു ബ്ലാങ്ക് ആയിട്ട് കുറച്ച് സ്പേസ് അവിടെ വിട്ടിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ആ ഒരു ക്വസ്റ്റ്യൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ആ ലാസ്റ്റ് 15 മിനിറ്റിൽ നമ്മൾ നോക്കുക, അവിടെ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളൊരു 2-3 വരിയെങ്കിലും കൊടുത്ത് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇത് നോക്കുക നമ്മൾ. അപ്പൊ നമ്മൾ ആ ലാസ്റ്റ് 15 മിനിറ്റ് എന്ത് ചെയ്യും, ഒരു ഫൈനൽ റിവ്യൂ നടത്തുക. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് എല്ലാം കറക്റ്റ് അല്ലേ ഇട്ടേക്കുന്നത്, അതുപോലെ തന്നെ ഫ്രണ്ട് പേജ് ഓക്കെ അല്ലേ, നമ്മൾ എന്തെങ്കിലും ഭാഗം എഴുതാൻ വിട്ടിട്ടുണ്ടോ, ഇനി ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ലാസ്റ്റ് 15 മിനിറ്റിനുള്ളിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. നമ്മൾ ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. 3 hours മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആരും ടൈം എത്തിയില്ല മീൻസ് എനിക്ക് ഇനിയും കുറച്ചും കൂടി എഴുതാനുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കരുത്. ആദ്യം തന്നെ എന്ത് ചെയ്യുക, ആ ഒരു 5 മിനിറ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നമ്മൾ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ഈ ചാൻസസ് വി ഹാവ് ടു ടേക്ക് 30 മിനിറ്റ്സ് ഓൺലി. ഓക്കെ, വി ഹാവ് ടു ഇൻക്ലൂഡ് ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട്, കൺക്ലൂഷൻ. മെയിൻ ആയിട്ട് മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പ്രാക്ടീസ് സെറ്റ് എ സെറ്റും ഉണ്ട് ബി സെറ്റും ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഈ എ സെറ്റും ബി സെറ്റും നമ്മുടെ ലേൺ വൈസിന്റെ ലേണേഴ്സിന് നമ്മൾ മെയ് 1 തന്നെ, അതായത് മെയ് ഫസ്റ്റിന് തന്നെ നമ്മളിത് നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന്റെ ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കണക്ട് ചെയ്യുക. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഈ ജേർണിയിൽ ഞങ്ങളുടെ കൂടെ ലേൺ വൈസിന്റെ കൂടെ എൻറോൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള എല്ലാ കാര്യങ്ങളും, അതായത് എങ്ങനെയാണ് എക്സാം അപ്പിയർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ലേൺ വൈസിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ കണ്ടിരുന്നത്. അതായത് നമുക്കറിയാം നമ്മൾ ഈ PYQ കണ്ടപ്പോൾ തന്നെ നമ്മൾ കണ്ടു അല്ലെ, നമുക്ക് പ്രാക്ടീസ് സെറ്റ് ചെയ്യാനാണ് എ സെറ്റും ബി സെറ്റും തന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആൻസേഴ്സ് നമ്മുടെ ഈ ലേൺ വൈസിന്റെ ആപ്പിൽ നമ്മുടെ PYQന്റെ ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ടുള്ള. അപ്പൊ ഇതിന്റെ ആൻസേഴ്സും എന്തുണ്ട്, ഇതിൽ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓരോ ആൻസറും അത്രയും നീറ്റായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്കോറിംഗ് നമ്മൾ കണ്ടു അല്ലെ, 12 മാർക്ക്, 8 മാർക്ക്, 10 മാർക്ക്, 10 മാർക്ക്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ്, ഈ 10 മാർക്കിന് എത്ര എഴുതണം, എത്രയാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു പേഴ്സണലൈസ്ഡ് മെന്റർ ഉണ്ടാവും. അതുപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവരുടെ അടുത്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് മെന്റർ തന്നെയായിരിക്കും. ഇത്രയും അതുപോലെ തന്നെ വലിയൊരു ടീം നമ്മുടെ ലേൺ വൈസിന്റെ ഉള്ളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ എൻറോൾ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, അതായത് ലേൺ വൈസിൽ ജോയിൻ ചെയ്യണം ആഗ്രഹമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ, നമ്മൾ ഈ കണ്ടിരിക്കുന്നത്, അതായത് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് ഒന്നുകിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക. അപ്പൊ നമ്മളുടെ റെപ്രസെന്റേറ്റീവ് നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ലേൺ വൈസിന്റെ ജേർണി നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ക്ലാസ് കഴിയുന്ന സമയത്തും ടൈം ടേബിൾ വൈസ് ആണ് നമ്മൾ ക്ലാസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് റിവിഷൻ ക്ലാസ് ഉണ്ട്. റിവിഷൻ ആണ്, അതായത് നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള റിവിഷൻ ആണ് ഞങ്ങൾ തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് മെന്റർ ഉണ്ട്. അതുപോലെ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ PYQ ഡോക്യുമെന്റ് നിങ്ങൾക്ക് എക്സാമിന് ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് മുന്നേ തന്നെ നമ്മളത് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ നിങ്ങളുടെ ലേൺ വൈസിന്റെ ആപ്പിൽ തന്നെ ഇതൊക്കെ
ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ലേൺവൈസിന്റെ ലേണേഴ്സിന് അറിയാം. ഓൾറെഡി നമ്മൾ ഇത് നേരത്തെ തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട് പഠിക്കാനുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അവർ ഏകദേശം ക്ലാസ് ഒക്കെ കണ്ട് എല്ലാം മോഡൽ എക്സാമും കഴിഞ്ഞ് സെറ്റ് ആയിരിക്കുന്നവരാണ്. അപ്പൊ അവരും ഈ ഒരു ഡോക്യുമെന്റിലൂടെ ഒക്കെ കടന്നുപോയവരാണ്. അവർക്കറിയാം ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഈ ജേർണിയിൽ തുടരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾ ഒന്നെങ്കിൽ കോൾ ചെയ്യോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റെപ്രസെന്റേറ്റീവ് നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് മെന്ററും ഉണ്ടാവും കൂടെ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അസൈൻമെന്റ് സപ്പോർട്ട് ആയാലും എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഈ ഒരു ടീമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് ഒന്ന് മെസ്സേജ് ചെയ്യോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്താൽ മതി. റെപ്രസെന്റേറ്റീവ് ഉടനെ തന്നെ നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാണ്. നമുക്കറിയാം നമ്മളെല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരാണ്. ഇനി നമുക്കൊരു സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത്. ആ ഒരു സ്മാർട്ട് വർക്കിന് നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടുക. അതായത് ഞങ്ങളുടെ ലേൺവൈസിൽ തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തന്നെയായിരിക്കും. അപ്പം എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ മാക്സിമം നോക്കി പോവുക. അതുപോലെ തന്നെ നമ്മൾ ഇതിലും ഈസി ആവാം ഇനി ക്വസ്റ്റ്യൻസ് വരുന്നത്. ആരും ക്വസ്റ്റ്യൻസ് കണ്ട് ഞാനൊന്നും പഠിച്ചില്ല എന്ന് കരുതി ബാക്കിൽ നിൽക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, ഈ PYQ തന്നെ നോക്കിയിട്ട് ഇതിൽ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളെ കൊണ്ട് പറ്റും. അപ്പൊ ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇതിന്റെ ആൻസേഴ്സ് ഞാൻ പറഞ്ഞു, ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ കണക്ട് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക്. അപ്പം ഈ ആൻസേഴ്സ് ഒക്കെ നോക്കി തന്നെ പഠിച്ചു പോവുക. ഒരു കാരണവശാലും നമ്മൾ ഒരിക്കലും ഫെയിൽ ആവില്ല. കാരണം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പൊ നമ്മളത് പഠിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കാം. നിങ്ങൾ ഒരു കാരണവശാലും തളർന്നു പോകരുത്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ കാമായിട്ടിരിക്കുക, നല്ലതേ വരുള്ളൂ. അപ്പൊ നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക. എനിവേ എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് വിഷസ് നേരുന്നു. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ BCOC 133 ബിസിനസ് ലോയുടെ പേപ്പർ നല്ല രീതിയിൽ എക്സാം എഴുതുക. എനിവേ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.